മാറ്റങ്ങൾ എല്ലാ കാലത്തും അനിവാര്യമായൊരു ഘടകമാണ്. ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ച് വ്യത്യസ്തമായ നമ്മൾ കണ്ട് പരിചയിക്കപ്പെടാത്ത പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ സ്ഥിരമായി കാണേണ്ടി വരും. അത്തരമൊരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മളിതുവരെ കണ്ടിരുന്ന നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ മാതാവും പിതാവും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒരു വലിയൊരു കുടുംബം ഒരേ കൂരയ്ക്കുള്ളിൽ താമസിച്ച് കഴിയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി. ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് നമ്മളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമായി നമ്മുടെ ഭവനങ്ങളിലേക്ക് വന്നു. പിന്നീടുള്ള യാത്രകളിൽ അവരൊക്കെ പഠനത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറി. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന അവസ്ഥയ്ക്കൊക്കെ ഒത്തിരി മാറ്റം വന്നു. പ്രായമായ മാതാപിതാക്കന്മാർക്ക് വിദേശ രാജ്യങ്ങളിൽ ദീർഘകാലം താമസിക്കുന്നതിന് വൈമുഖ്യം അനുഭവപ്പെട്ടു. ഇനിയും ഒരു പരിധിവരെ താമസിച്ചവർക്കും മടങ്ങി വന്ന് എൻ്റെ നാട്ടിൽ താമസിക്കുന്ന ആഗ്രഹങ്ങളായി. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ് ഒരുപാട് സീനിയർ ലിവിങ് ഹോമുകൾ, റിട്ടയർമെൻറ്റ് ഹോമുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രാവൻകൂർ ലൈഫ് കെയർ എന്ന ഈ സ്ഥാപനം തുടങ്ങിയതും അപ്രകാരം ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഇതുപോലെ ഒരുപാട് സർവീസുകൾ ആവശ്യമുള്ളതായ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളപ്പോൾ തന്നെയും എല്ലാ ഓപ്പറേഷൻസുകളും നടത്തത്തക്കവണ്ണം ഒരു ട്രസ്റ്റാക്കി ട്രാവൻകൂർ ലൈഫ് കെയർ തുടങ്ങുകയും നിരവധി സ്ഥാപനങ്ങളുമായി ടൈഅപ്പിലായി അവരുമായി ചേർന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രായമുള്ളവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ 3 ട്രസ്റ്റീസും ഏകദേശം 120-ലധികം സ്റ്റാഫും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാഫെല്ലാം ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പല സർവീസുകൾ ഒരുമിച്ചിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം കാരിത്താസിനടുത്തുള്ളതായ ഹാപ്പി ഹോംസ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോട്ടയത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ കാരിത്താസ് ഹോസ്പിറ്റലുമായി അകലം മാത്രമുള്ളതായ ഒരു സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റിയാണ്. ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് മെഡിക്കൽ കെയറിന് വളരെ അടുത്ത് ഒരുപാട് സൗകര്യങ്ങളുള്ളതായ ഒരുപാട് പ്രമുഖമായ ഹോസ്പിറ്റൽ ഉള്ളതായ ഒരു സ്ഥലമാണ് ഹാപ്പി ഹോംസ് ഇരിക്കുന്നതായ ഞങ്ങളുടെ പേരൂർ എന്നൊരു സ്ഥലം. പ്രായമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം മെഡിക്കൽ കെയർ അവർക്ക് ആവശ്യമായി വരുന്നത് കൊണ്ട് തന്നെ ഇൻ ഹൗസിലായിട്ട് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, സോഷ്യൽ വർക്കർ, നേഴ്സസ് ഇവിടെ എല്ലാ സേവനവും, അതുകൂടാതെ തന്നെ നമുക്ക് ഔട്ട് സൈഡിൽ എന്തൊക്കെ സേവനങ്ങൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം അതെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ ഹാപ്പി ഹോംസ് നമ്മൾ രൂപകൽപ്പന ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 9 റെസിഡൻസ് ഞങ്ങളോടൊപ്പം താമസിക്കാനുണ്ട്. ഒരു 60 പേർക്കും കൂടെ ഇനിയും ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് റൂംസുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 20,000 രൂപ റെൻറ്റ് മുതൽ ഏകദേശം 35,000 റെൻറ്റ് ഉള്ള റൂമുകളും നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 35,000 മന്ത്ലി സർവീസ് ചാർജസ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാം കൊണ്ട് ചേർന്ന് പോകുന്ന ഒരു സെൻറ്ററായിട്ടാണ് ഹാപ്പി ഹോംസിനെ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകാന്തത മനുഷ്യനെ ഭാരപ്പെടുത്തുന്ന വലിയൊരു ഘടകമാണ്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു ബി എ മെൻ ടു ബി എലോൺ. ബൈബിളിൽ ദൈവം കണ്ടതായ നല്ലതല്ല എന്ന് പറഞ്ഞ ആദ്യത്തെ ഘടകമാണ് ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്ന ഏകനായിരിക്കുന്ന അന്നല്ല എന്നുള്ളത്. കുടുംബമായി ബന്ധപ്പെട്ടാണ് ബൈബിളിലെ വാക്യം കിടക്കുന്നതെങ്കിലും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പറയും, മനുഷ്യർ ഏകനായിരിക്കരുത്. നമുക്ക് മനോഹരമായ വീടുകൾ കാണും, അതിനു ചുറ്റും നമ്മളെ നോക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന 100 ആളുകൾ കാണും. എന്നാൽ പലപ്പോഴും യാഥാർത്ഥ്യമെന്ന് പറയുന്നത് മനോഹരമായ വീടുകൾക്കുള്ളിൽ നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം ഒരു സഹായത്തിന് പോലെ ഒരു വ്യക്തി വരണമെങ്കിൽ വളരെ മണിക്കൂറുകൾ വൈകുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ പലരും വിദേശങ്ങളിലേക്ക് ചേക്കേറി പോയതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡായിട്ടാണ് യൗവനക്കാരെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ, രാത്രിയിൽ നമ്മൾ തന്നെയാവുമ്പോൾ, ഏകാന്തത വളരെ കഠിനമായി നമ്മൾ അനുഭവപ്പെടുമ്പോൾ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഒരു ഭാരം നമുക്ക് തോന്നുമ്പോൾ, രാത്രി ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയല്ലേ. അപ്പോൾ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർക്ക് മനസ്സില്ലാഞ്ഞിട്ടും ആഗ്രഹമില്ലാഞ്ഞിട്ടും അല്ല, ജോലി തേടി അവർ അവിടെ ആയിരിക്കുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളെടുത്തൊരു ആശങ്കപ്പെടാറുണ്ട്. ഇന്ന് രാത്രി ഓരോ രാത്രികളും അവർ നേരം വെളുപ്പിക്കുന്നത് തങ്ങളുടെ പിതാവിനെയും മാതാവിനെയും കുറിച്ചുള്ള വേദനകൾ പേറിയായിരിക്കാം. ഇതിനെയൊന്നും ഒരു ബിസിനസ്സായിട്ട് കാണാതെ കാലഘട്ടത്തിൽ ആവശ്യമായിട്ട് കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു സൊസൈറ്റി ലിവിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ ഇൻറ്ററാക്ഷൻസായി, ആക്ടിവിറ്റീസായി ആ ഏകാന്തത മാറുകയാണ്. ഒരു മുറിക്കപ്പുറം തങ്ങളെ നോക്കുവാൻ ഒരു നേഴ്സ് കാണും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ റൂമിലൊരു കെയർ ടേക്കറുണ്ട്,
അതല്ലെങ്കിൽ ഒരു റെസിഡൻറ്റ് തന്നെ മറ്റൊരു റെസിഡൻറ്റ് താമസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആ ഒരു സോഷ്യൽ ഗ്യാതറിങ് ആകുമ്പോൾ തന്നെയും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുകയാണ്. അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് നല്ലൊരു വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പേഴ്സണലായ ആഗ്രഹം വ്യക്തിപരമായി എല്ലാവർക്കും റീച്ച് ചെയ്യാൻ പറ്റുന്ന നിലയിൽ എല്ലാ കമ്മ്യൂണിറ്റിപ്പെട്ടവർക്കും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ നിലവാരത്തിലുള്ളവർക്കും താമസിക്കാൻ പറ്റിയ ഇത്തരം സെൻ്ററുകൾ ഉണ്ടാവേണ്ട ആവശ്യം അനിവാര്യമായിരിക്കുകയാണ്. വീട്ടിൽ നോക്കണമെങ്കിൽ വീട്ടിൽ തന്നെ നോക്കണം. അതിന് സാഹചര്യമുള്ളവർ ഒരു കാരണവശാലും മാതാപിതാക്കന്മാരെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് അയക്കരുത്. എന്നാൽ വീട്ടിൽ നോക്കാനും പറ്റുകയില്ല, സ്ഥാപനങ്ങളിലേക്ക് അയക്കുകയുമില്ല എന്ന പിടിവാശിയാണ് പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലേ, നമ്മുടെ പ്രായമായ മാതാപിതാക്കന്മാർ എത്ര പേരാണ് നിർദ്ദയം കൊല്ലപ്പെട്ടത്, എത്രയോ പേരാണ് ഒരു നേരത്തെ ആഹാരത്തിന് മറ്റുള്ള ആശ്രയം തേടിയിരിക്കുന്നത്, എത്രയോ പേരാണ് കെയർ ഗീവർ എന്ന് പറയുന്നവരുടെയോ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിൻ്റെയോ പീഡനത്തിന് വിധേയരായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നമ്മുടെ നാട്ടിൽ ഇനി സംഭവിക്കരുത്. സമൂഹം ചേർന്ന ഒരു കൂട്ടായ ഉത്തരവാദിത്വം നമുക്കുണ്ടാവണം. നമ്മുടെ പ്രായമായവർ അവർ തന്ന സേവനവും അവർ കരുതലുമാണ് നമ്മളെ ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വാർദ്ധക്യത്തിൽ മനോഹരമാക്കി മാറ്റിയാനുള്ള ഉത്തരവാദിത്വം സമൂഹം കൂടി ചേർന്നുകൊണ്ട് ചെയ്തതിൽ മാത്രമേ അത് നിറവേറ്റുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു പണമുള്ളവരോട് മാത്രം സംസാരിക്കുന്ന വ്യക്തിയല്ല. പണമുള്ളവർക്ക് അവർക്ക് ആവശ്യമായ അവർ അർഹിക്കുന്ന നിലയുടെ സേവനം ലഭിക്കണം. അതുപോലെ തന്നെ സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവനും അവനും ഒരുപാട് ആശയങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞ് പിറന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവനെ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അയക്കുന്ന സ്ഥലമാണ് അങ്കണവാടി എന്ന് പറയുന്നത്. ആ പേര് തന്നെ അറിയാലോ, അങ്കണവാടി. നമ്മുടെ വീടിനടുത്തുള്ളതായ ഒരു പൂമുറ്റം. അതുതന്നെ ആകണം വാർദ്ധക്യത്തിലെത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചും അവൻ്റെ അവസാനത്തിൽ അവൻ എടുക്കേണ്ടതായ തീരുമാനങ്ങളുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. താഴേക്കിടയിലുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്കണവാടിയിൽ അവിടെ ഫുഡുണ്ട്, അവിടെ കുട്ടികളെ കാണാൻ പറ്റും, ഇൻട്രാക്ഷൻസ് ഉണ്ട്, അവിടെ ഒരു ആയയുണ്ട്, അവർക്ക് മെഡിക്കൽ ഹെൽപ്പ് കിട്ടും. ഇങ്ങനെ പല കാര്യങ്ങൾ ചേർത്തിണക്കുമ്പോൾ അങ്കണവാടികളിൽ തന്നെ നമുക്കും നമ്മുടെ പ്രായമുള്ളവർക്കും ഒരു പകൽ വീട് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു ആശ്വാസമാകുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ വാർഡ് മെമ്പർമാർക്ക് എല്ലാ വീടുകളിലും എപ്പോഴും ചെല്ലാൻ പറ്റുകയില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹരിതകർമ്മസേനയുണ്ട്, നമ്മുടെ ആശാ വർക്കർമാരുണ്ട്. ഇവരെല്ലാം വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ വീടുകളിൽ കടന്നു ചെന്നിട്ട് അവിടെയുള്ള പ്രായമായ വ്യക്തി അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് നമ്മൾ അറിയണം. ഇന്നത്തെ പല വീടുകളെയും എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഗേറ്റഡ് കോമ്പൗണ്ടുകൾക്കുള്ളിൽ കഷ്ടപ്പെടുന്ന ഒരു മാതാവോ പിതാവോ മുറികൾക്കുള്ളിൽ കിടക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരം ഒരുപക്ഷെ ജനലിൽ കൂടി അടുത്തൊരു വീട്ടിലെ ഒരു വ്യക്തി വാങ്ങിച്ചുവിടുന്ന ചോറ് പൊതിയാകാം, ഒരു പൊതി ചോറാകാം. പക്ഷെ ആ ഒരു പൊതി ചോറൊന്ന് അഴിച്ച് അതിലെ കറികളുടെ കെട്ടൊന്ന് അഴിച്ച് കഴിക്കണമെങ്കിൽ ആ മാതാവും പിതാവും കഷ്ടപ്പെടുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളുടെ അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്, ഒരു വീട്ടിൽ നമ്മളൊരു നായ്ക്കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് വൃദ്ധരായ മാതാപിതാക്കന്മാരെ പല വീടുകളിലും ട്രീറ്റ് ചെയ്യുന്നത്. 3 നേരം കൃത്യമായ ഭക്ഷണം കൊടുക്കും. 3 നേരം ഭക്ഷണം കൊടുക്കുന്നതല്ല കെയർ എന്ന് പറയുന്നത്, സംരക്ഷണം എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി മെൻ്റലി കൊടുക്കേണ്ടതായ, ആത്മീയമായി കൊടുക്കേണ്ടതായ, ഫിസിക്കലി കൊടുക്കേണ്ടതായ, ഒന്ന് കൂടെ ഇരിക്കേണ്ടതായ, ഒന്ന് സംസാരിക്കേണ്ടതായ ആവശ്യങ്ങളൊക്കെ ആ വീട്ടിനകത്തുണ്ട്. പലപ്പോഴും മക്കൾ പറയുന്ന കെയർ എന്താണ്? ഞങ്ങളുടെ അമ്മയെ നോക്കുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? 3 നേരം ഭക്ഷണം കൊടുക്കുന്നതാണ് സംരക്ഷണം എന്ന് പറയുന്നത്. ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല സംരക്ഷണം. ഞാൻ കണ്ടതായ ദയനീയമായ കാഴ്ചകൾ, ഒരു പക്ഷെങ്കിൽ അന്നത്തെ ദിവസം അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പൊതി ചോറ് വാങ്ങിക്കൊടുക്കാൻ പറയാം. പക്ഷേ ഈ പൊതിച്ചോറ് വാങ്ങി ജനലിൽ കൂടെ നമ്മൾ അകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാലും അതൊന്ന് അഴിച്ച് കഴിക്കണമെങ്കിൽ ആ മാതാവും പിതാവും എടുക്കുന്ന സഹനങ്ങൾ ഇപ്പോൾ അറിയാമല്ലോ. പൊതിച്ചോറിനകത്ത് പല കെട്ടുകൾ കെട്ടിയാണ് കറികൾ കൊടുക്കുന്നത്. ആ കെട്ടുകളൊന്ന് അഴിച്ച് കഴിക്കാൻ അവരെ കൊണ്ട് പറ്റിയെന്ന് വരികയില്ല. ഇങ്ങനെയെല്ലാം പലപ്പോഴും നമുക്ക് നല്ല വീടുകളുണ്ട്, നല്ലതായ നിലയിൽ നമുക്ക് എല്ലാ കൂട്ടായ്മകളുമുണ്ട്. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കന്മാർ വളരെയധികം വേദന സഹിക്കുകയാണ്. അത്തരമൊരു കാര്യം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവരുത്. പ്രായമായവന് വേണ്ടി സംസാരിക്കുവാൻ നമ്മുടെ ശബ്ദം ഉയരേണ്ട സമയങ്ങൾ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മൾ വളരെ വീക്കായിരുന്നപ്പോൾ ഈ മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി മുണ്ടുമുറുകെ ഉടുത്ത് വളരെ കഷ്ടം സഹിച്ചാണ് നമ്മളെയൊക്കെ വളർത്തി ഒരു നിലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതൊരു സമൂഹത്തിൽ എൻ്റെ മാത്രം ആവശ്യമല്ല, എൻ്റെ പേരൻറ്റിനെ കരുതുക എന്നുള്ളത് അതൊരു സൊസൈറ്റിയുടെ ആവശ്യമായിട്ട് വരണം. നമ്മുടെ കുട്ടികൾ ആ നിലയിൽ പഠിച്ചു വരണം. നാട്ടിലുള്ളവർക്ക് ഒരു കൂട്ടായ്മയുടെ ഉത്തരവാദിത്വം ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അതിലേക്ക് കടന്നു വരണം. ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ട് തന്നെ പ്രായമായവരെ അവർ ഒരു പക്ഷേ തഴഞ്ഞു വന്നേക്കാം.
എന്നാൽ നമ്മൾ പലപ്പോഴും കാണാത്ത കാര്യം, നമ്മുടെ തൊട്ടടുത്ത് സേവനം ആവശ്യമുള്ള വ്യക്തി ഇരിപ്പുണ്ട്. അത് ഒരുപക്ഷെ 2 നിലയിലാകാം, 3 നിലയിലാകാം, ഒറ്റ നില വീട്ടിലാകാം, ഒരു കൂരയിലാകാം. അത് എവിടെയാണെങ്കിലും ജീവിതത്തിൽ ഞാൻ കണ്ട തീരുമാനങ്ങൾ 60 വയസ്സിന് ശേഷം അല്ലെങ്കിൽ അർഹതപ്പെട്ട ആർക്കും നമ്മൾ കൊടുക്കുന്ന എല്ലാം സേവനമെന്ന് കരുതുവാൻ നമ്മളെ കൊണ്ട് പറ്റണം. ട്രാവൻകൂർ ലൈഫ് കെയറിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഒരു സീനിയേഴ്സിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ അതീതമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. പ്രായമായ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുവാൻ, അവരോടൊപ്പം ഇരിക്കുവാൻ, കൂടെയുണ്ടെന്ന് പറയുവാൻ, നമുക്കൊരാശ്രയമാകുവാൻ നമുക്ക് പറ്റുന്ന ഇടങ്ങളിലെല്ലാം നമുക്കത് ചെയ്യണം. എല്ലാ നിലവാരത്തിലുമുള്ളതായ ഹോമുകൾ, ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഹോം വരെയും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ പ്ലാനുകളിലുണ്ട്. അതെല്ലാവരും കൂടെ കൂടിയെങ്കിൽ മാത്രമേ അപ്രകാരം ഒരു ഹോം നമുക്ക് നടക്കുകയുള്ളൂ. ഇപ്പം ഞങ്ങളിവിടെ ചെയ്യുന്നതായ ഹാപ്പി ഹോംസ് എന്ന് പറയുന്നതായ കാരിത്താസിനോട് 2 കിലോമീറ്റർ മാത്രം അകലുള്ളതായ ഈ ഒരു സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി ഒരു പ്രീമിയം സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റിയാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഹോസ്പിറ്റലുടെ അവൈലബിലിറ്റി, റോഡ് ആക്സസ്, അതുപോലെ നമുക്ക് പബ്ലിക് സ്പേസസിൻ്റെ എല്ലാ വിധത്തിലുള്ള ആക്സസ്സുകൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ മനോഹരമായ കാഴ്ചകൾ കാണത്തക്ക നിലയിലുള്ള ഒരു സ്ഥലമാണ് ഹാപ്പി ഹോംസ്. പ്രായമായ മാതാപിതാക്കന്മാർ ഭവനങ്ങളിൽ വിഷമിക്കാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ഞങ്ങളുടെ സ്ഥാപനം ഒന്ന് സന്ദർശിക്കാനും നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് ഒന്ന് കാണുവാനായിട്ടും നിങ്ങൾക്ക് ഏത് സർവീസാണ് ആവശ്യം അത് കൊടുക്കുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭിമാനകരമായ ഘടകമാണ്. എൻ്റെ പിതാവ് അല്ല എൻ്റെ മാതാവ് അവർക്ക് അർഹതപ്പെട്ട സേവനം അവിടെ വാർദ്ധക്യത്തിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് എൻ്റെയും കൂടെ കടമയാണ്. അവർക്ക് എന്നിട്ട് പ്രീമിയം ക്വാളിറ്റിയിലാണ് അവർ ജീവിച്ച് വന്നത്. ആ പ്രീമിയം ക്വാളിറ്റി തന്നെ അവർക്ക് കൊടുക്കുക. അവർക്കൊരു മീഡിയം ക്വാളിറ്റിയിലാണ് അവർക്ക് ഇതുവരെ അവർ വന്നത്. അവർ ഒരിക്കലും ഒരു പ്രീമിയത്തിൽ കൊണ്ടാക്കണമെന്ന് പറയുകയില്ല. അവർക്കൊരു മിഡിൽ ഇൻകം ഗ്രൂപ്പുമായി ചേർന്ന് പോകുന്നതായ ഒരു സ്ഥാപനത്തിൽ അവരെ ആക്കുക. അതല്ല വീട്ടിൽ അവർക്ക് എല്ലാ സേവനവും കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും ഞങ്ങൾ പറയും വീട്ടിൽ തന്നെ അവരെ നല്ലതായിട്ട് ടേക്ക് കെയർ ചെയ്യുക. എന്നാൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ തീർച്ചയായും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ ആശ്രയിക്കണം. അതിൻ്റെ സഹായങ്ങൾ 2 കൂട്ടർക്കും ഇവിടെ വളരെ മനസ്സോടെ ചെയ്യുന്ന കെയർ ഗീവേഴ്സ് ഞങ്ങൾക്കുണ്ട്. അവിടെ സേവനം ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും പറ്റും. ഈ ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് എല്ലാ സർവീസുകളും ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് ഞങ്ങളുടെ പേരൻ്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ഭവനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് സാമ്പത്തിക നന്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരമൊരു സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ അയക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 50,000 രൂപ മുതലാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും തീർച്ചയായും ഈ താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ യൂട്യൂബ് ചാനലുകളിൽ കൂടി നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക. ഒരു ട്രയൽ സ്റ്റേക്കുള്ള ഓപ്ഷനുണ്ട്. ഒരു ദിവസം 2,000 മുതൽ 2,500, 3,000 വരെ റേറ്റിലാണ് ഇവിടുത്തെ ട്രയൽ സ്റ്റേ പോകുന്നത്. ഒരു ദിവസം ഞങ്ങളുടെ പേരൻ്റ് ഒത്ത് നിങ്ങളുടെ ഇവിടെ വന്ന് ഇവിടുന്ന് കാണാം. ഒരു ദിവസം താമസിച്ച് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം തീരുമാനമെടുത്താൽ മതി. ഇതൊരിക്കലും ഒരു കമ്പൽഷൻ്റെ ഭാഗമല്ല. ഞങ്ങളുടെ ഒരു ബിസിനസ് പ്രൊമോഷനായിട്ടും കാണരുത്. സമൂഹത്തിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നല്ലൊരു മനസ്സോടെ മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, നല്ലൊരു വാർദ്ധക്യം അവർക്ക് ലഭിക്കുവാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. അതിനിടയാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്ന ആഗ്രഹത്തോടെ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.